ഹലോ, ഇന്ന് നമുക്ക് ഒരു അറബിക് റെസ്റ്റോറൻറ്റിലെ പെർഫെക്റ്റ് മന്തി റെസിപ്പിയാണ്. തക്കാളിയും ക്യാപ്സിക്കും ഒന്നും ചേർക്കാത്ത പെർഫെക്റ്റ് സ്റ്റൈൽ അറബിക് മന്തി. അതിന് വേണ്ടിയിട്ടാകെ ഇവിടെ ഇത്രയും മസാലയെ ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഒരു ചെറിയ സവാള മതി. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കൂടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ മന്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പകുതി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്ക് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ആ ചിക്കൻ വേകുന്ന സമയം മാത്രം നമുക്ക് അരി കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. ഒരുപാട് കുതിർത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും. ഉടഞ്ഞല്ല, ഒരുമാതിരി ഇങ്ങനെ വളഞ്ഞു പോകും. 2 ഗ്ലാസ് അരി കുതിർക്കാൻ വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ഇത് കണ്ടോ, ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേവിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി, 10 മിനിറ്റ് മാത്രം കുതിർത്തി വെച്ച അരി നമുക്ക് ഈ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലെ അതേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റെഡ് കളറും കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളറിന് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ടാണെങ്കിലും തേച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും ഇത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കറക്റ്റ് ഈ ഒരു കളറായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഓവനിൽ വെച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളറും ഒരു സൈഡിലേക്ക് കുറച്ച് യെല്ലോ കളറും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്ത് ഒരു ചെറിയ ചാർക്കോൾ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾക്ക് ചിക്കനും വേണമെങ്കിൽ വേവിച്ച ചിക്കൻ, അതായത് നമ്മൾ ഓവനിൽ വെച്ചെടുത്ത ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ചോറ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് ഈ ഫ്ലേവറൊക്കെ ഈ ചോറിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ഓവനിൽ വെച്ചെടുത്ത ചിക്കൻ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കറക്റ്റ് നമ്മൾ ആ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ചിക്കനും ചോറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് മന്തി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.